ഹാഷിന് തിയേറ്റർ കത്തിച്ചു. ഹാഷിനും പിള്ളേരും തിയേറ്റർ കത്തിച്ചു. ഗായ്സ് വെൽക്കം ബാക്ക് ക്രൈസിറ്റൊക്കെ. അങ്ങനെ ഞാൻ മറ്റൊരു മൂവി റിവ്യൂ വന്നിരിക്കുന്ന ഗായ്സ് വാഴ 2 എന്ന് പറഞ്ഞ ഒരു സിനിമ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഈ സിനിമ ഒരു അടിപൊളിയാണ്. എൻ്റെ പൈസയ്ക്ക് ഈ സിനിമ മുതലാണ്, അത്രയ്ക്ക് പറയുന്നത്. മൈ ഹോണസ്റ്റ് റിവ്യൂ, ദിസ് ഫിലിം ഈസ് അടിപൊളി. കാരണം ഫസ്റ്റ് ഹാഫ് ഫുള്ള് ചിരിക്കാനും സെക്കൻഡ് ഹാഫ് ഫുള്ള് കരയാനും. ഫസ്റ്റ് ഹാഫ് പോയതന്നെ ഞാൻ അറിഞ്ഞില്ല, കാരണം അത്ര എൻഗേജിങ് സിനിമയാണ്. ഒരു ലാഗോ ഇഷ്യൂസോ ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫ് ഫുള്ള് നമ്മളെ ചിരിപ്പിക്കും, സെക്കൻഡ് ഹാഫ് ഫുള്ള് നമ്മളെ കരയിപ്പിക്കും. അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു പോക്ക്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഒരു സ്കൂൾ ലൈഫ്, സെക്കൻഡ് ഹാഫ് ഫുള്ള് എന്താ ഇമോഷണൽ ഡ്രാമയാണ്. ഫസ്റ്റ് ഹാഫിൽ ഫുള്ള് പറയണത് ഒരു ഡ്രഗോ മയക്കുമരുന്നോ നമ്മൾ ഉപയോഗിക്കുക, അതെങ്ങനെ നമ്മൾ ബാധിക്കും, അത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് എന്തൊക്കെ, അത് എന്തൊക്കെ കോൺസിക്വൻസ് ആണ് നമ്മൾ ഫേസ് ചെയ്യുക, അത് നമുക്കുണ്ടാവുന്ന പ്രോബ്ലംസ് എങ്ങനെ എന്നൊക്കെ ഫസ്റ്റ് ഹാഫ് പറയുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ ഒരു അച്ഛനും മകനും, ഒരു ഏട്ടനും അനിയനും, ഒരു ഏട്ടനും അനിയത്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പും, അഥവാ അതുപോലെ അവരുടെ ഒരു ഇമോഷണൽ ഡ്രാമയാണ് സെക്കൻഡ് ഹാഫ് കാട്ടണത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ദിസ് ഫിലിം ഈസ് കോമഡി പ്ലസ് എൻ്റർടൈനിങ് പ്ലസ് ഇമോഷണൽ. വാഴ 1 കാണും ഒരു വലിയ ഡിഫറൻസ് ഈ സിനിമയിലുണ്ട്. വാഴ 1 അച്ഛനും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെച്ചാൽ ഇതിൽ ഫ്രണ്ട്സും അതുപോലെ തന്നെ ഒരു ബ്രദർഹുഡ് ആണ് ഇത് കാണിച്ചിട്ടുണ്ട്. ഒരു സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ദിസ് ഫിലിം ഈസ് അടിപൊളി. എൻ്റെ പൈസ മുതലായി. കാരണം ഞാൻ ആഗ്രഹിച്ച വാഴ 2 അതേപടി കിട്ടുന്നുണ്ട്. പിന്നെ വിനായകിൻ്റെ ഒരു എൻട്രി ഉണ്ട്. വിനായക്, അജിൻ, ഹാഷിർ, അലൻ, ഈ 4 ആൾക്ക് ഒരിക്കൽ കൊടുത്ത റോൾ ചെയ്തണം. 4 ആളും അടിപൊളി ചെയ്തണം. പിന്നെ വിനായകിൻ്റെ ഒരു എൻട്രി അത് അടിപൊളിയാണ്. ഒരു പാട്ടൊക്കെ വെച്ചിട്ട് ഒരു എൻട്രി, അതന്നെ അതിൽ ബെസ്റ്റ് ഇൻട്രോ വിനായകൻ്റെ ആണ്. ഈ 4 ആൾക്കാരുടെ ബാക്കിയുള്ള എല്ലാ ഇൻട്രോ ഒരു നൈസായിട്ടുള്ള ഇൻട്രോ ആണ്. പക്ഷെ വിനായകിൻ്റെ ഇൻട്രോ അത് വേറെ ലെവല് സാധനമാണ്. നമ്മൾ തിയേറ്ററിൽ നിന്ന് കാണണം. പിന്നെ കുഡൂസ് മീഡിയം ഇവരും തമ്മിൽ ഒരു കൊളാബറേഷൻ ഉണ്ട്. കുഡൂസ് മീഡിയം അതുപോലെ ഹാഷിർ ബ്ലോഗും കൊളാബറേറ്റ് ചെയ്ത സിനിമയാണിത്. പിന്നെ കുഡൂസ് മീഡിയം പിന്നെ ഹാഷിർ ഭയങ്കര കോമഡി. ലാസ്റ്റ് ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്, അത് അടിപൊളി സാധനമാണ്. കുഡൂസ് മീഡിയം അതുപോലെ ഹാഷിർ ആൻഡ് ബ്ലോഗിൻ്റെ ഒരു ഫൈറ്റ് സീൻ ഉണ്ട് ലാസ്റ്റ് ക്ലൈമാക്സ്. അങ്ങനെ തിയേറ്ററിൽ തന്നെ കാണാം, അടിപൊളി സാധനം, പടച്ചായിട്ട്. പിന്നെ എനിക്ക് ഇതിനെപ്പറ്റി അധികം പറയാനുള്ളത് ഇതിൽ വാഴ 1 ആൾക്കാരൊക്കെ ലാസ്റ്റ് വരും. ഞാൻ പിന്നെ അധികം പറഞ്ഞ് സ്പോയിലാക്കുന്നത് ക്ലൈമാക്സ് അടിപൊളിയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഇമോഷണലായിട്ട് ഈ 4 ആളിന് തോന്നിയത് അലനാണ്. ഒരു ഏട്ടനും അനിയത്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് അലൻ അതേപടി ചെയ്ത് വെച്ചു. പിന്നെ അതുപോലെ തന്നെ ഡയറക്ടറാണ് മോനയിൽ കിട്ടത്. പുള്ളിക്കറിയാം സീന് എപ്പോൾ വരണം, എവിടെ വരണം, അത് എന്ത് പെർഫെക്റ്റായി ചെയ്യണം എന്നൊക്കെ പുള്ളിക്കറിയാം. ഡയറക്ടർ മോനെ അടിപൊളി ഡയറക്റ്റ് ചെയ്യണം. ഓരോ ടേക്കും എടുത്തിട്ട് ആ സിനിമയെ എത്രമാത്രം പെർഫെക്റ്റ് ആക്കി. ആ സിനിമ പെർഫെക്റ്റായി ഡയറക്റ്റ് ചെയ്ത ആ ഡയറക്ടറിന് തന്നെ ആ ക്രെഡിറ്റ്. ആ ഡയറക്ടർ ആ സിനിമയ്ക്ക് എത്ര വേണ്ട എഫോർട്ട് എടുത്തിട്ട് ഡയറക്റ്റ് ചെയ്തു ആ സിനിമ ഉണ്ട് നമുക്ക് മനസ്സിലാവും. പിന്നെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ആ സിനിമയ്ക്ക് വേണ്ട പൈസ കൊടുത്തിട്ട് അത് നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചത്. പ്രൊഡ്യൂസറും കൊള്ളാം, ഡയറക്ടറും കൊള്ളാം, ഹാഷിറും കൊള്ളാം, പിന്നെ കുഡൂസും കൊള്ളാം. പിന്നെ ഇൻ്റർവെല്ലിന് സാധനം കിട്ടും, തല്ല് ഭയങ്കര രസമാണ്. ഇൻ്റർവെല്ലിന് നല്ലൊരു തല്ലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് സ്പോയിലാക്കണില്ല, നമ്മൾ തിയേറ്റർ പോയി കാണും. പിന്നെ അതുപോലെ തന്നെ ഒരു തിയേറ്റർ സീനുണ്ട്, കുഡൂസ് ബ്ലോഗും ഹാഷിറാൻ ബ്ലോഗും കൂടിയിട്ട്, ഭയങ്കര രസമാണ്. അപ്പോൾ ഈ സിനിമ ഒരു എൻ്റർടൈനിങ് ആണ്. ഫുള്ള് നമുക്ക് മടുക്കില്ല, ലാഗ് ഉണ്ടാവില്ല, ഫുൾ എൻ്റർടൈനിങ്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഇമോഷൻ ആവും, കുറച്ച് കരച്ചിലൊക്കെ വരുവിച്ചാലും ഈ സിനിമ ഒരു അടിപൊളി. കൊടുത്ത പൈസയൊക്കെ ഇത് മുതലാവും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. അപ്പം ശരി. പിന്നെ ഹാഷിൻ്റെ ഒരു ഐറ്റം ഉണ്ട്, അത് നല്ല രസമുള്ളതാണ്. അപ്പോൾ എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടത് ഹാഷിറിനാണ്. മൂപ്പര് അടിപൊളി ചെയ്തിരുന്നു. ഹാഷിറും പിള്ളേരും തിയേറ്റർ കത്തിച്ചു എന്ന് എനിക്ക് പറയാനുള്ളത്. ഹാഷിറും പിള്ളേരും തിയേറ്റർ കത്തിച്ചു.